ഓ ഇതിപ്പം ഞാൻ എവിടെന്നാ പഠിക്കാൻ തുടങ്ങുക? മാള് പഠിച്ചിട്ടുണ്ടാവോ? അവളെ വിളിച്ച് ചോദിച്ചിട്ട് ഇനി ബാക്കി പഠിക്കാം. അതാ നല്ലത്. ആരാ വിളിക്കുന്നേ? വീണയാണോ? നോക്കട്ടെ. ഹലോ. ഹലോ മാളു. എടി നീ പഠിക്കാൻ തുടങ്ങിയ? പിന്നെ എന്ത് പഠിക്കാൻ? ഞാനിവിടെ ഒരു ടോപ്പിക്കും പോലും എടുത്തിട്ടില്ല പഠിക്കാൻ. ഒരു ചാപ്റ്ററും പോലും എന്റെ കഴിഞ്ഞിട്ടില്ല. എവിടുന്നാ തുടങ്ങുന്നതെന്നും കൂടെ അറിയില്ല എനിക്ക്. നീ പഠിക്കാൻ തുടങ്ങിയ? ഞാനൊന്നും തുടങ്ങിയിട്ടില്ലടി. ശരി, ഞാൻ അത് നോക്കാൻ വേണ്ടി വിളിക്കുക. ശരി, എന്നാ നീ വെച്ചോ. ശരി, ഞാൻ വയ്ക്കുക. അവളൊന്നും പഠിക്കാൻ തുടങ്ങിയിട്ടില്ല. ഇനി ഞാൻ പഠിക്കാൻ തുടങ്ങാം. ഇല്ലാത്തത് എല്ലാ ചാപ്റ്ററും പഠിക്കണം. എന്നിട്ട് നാളെ എല്ലാ എക്സാമിന്റെ എല്ലാം എഴുതി പഠിക്കാം. എല്ലാം വായിക്കട്ടെ. The next day. ഹായ് മാളു. ഹായ് വേണി. എന്തെങ്കിലും പഠിച്ച എക്സാമിന് വേണ്ടി? എന്തെങ്കിലുമൊക്കെ ഇല്ല, ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. നമുക്കിനി എന്തെങ്കിലും എക്സാം എഴുതി വെക്കാല്ലേ? അതെ, എന്തെങ്കിലും എഴുതി വെക്കാല്ലേ? സ്റ്റുഡൻസ്, ഞാൻ എക്സാം പേപ്പർ തരാൻ പോവാണ്. കോപ്പി അടിക്കാതെ എല്ലാവരും എഴുതിക്കോ ആൻസർ. കോപ്പി അടിച്ച് എഴുതി വെച്ചാൽ അപ്പം തന്നെ ക്ലാസ്സിൽ വിളിക്കാം. എല്ലാവരും എടുത്തു വന്നാ. ഓക്കെ മാം. ഹായ്, ഇതെല്ലാം എനിക്കറിയാലോ. നോക്കട്ടെ. ഇതൊക്കെ എനിക്കറിയാം. എല്ലാം ഞാൻ പഠിച്ചിട്ടുണ്ട്. അവളറിയണ്ട. അവളറിഞ്ഞ ചിലപ്പോ എന്തെങ്കിലും പറയും. അതുകൊണ്ട് ഒന്നും അറിയാത്ത പോലെ ഇരിക്കാം. എഴുതാൻ തുടങ്ങാം. ഓക്കെ മാം. ഇതൊക്കെ എന്താ? ഇതൊന്നും ഞാൻ നോക്കിയിട്ടും പോലും ഇല്ല. അയ്യോ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, ട്രൂ ഓർ ഫാൾസ് ഒക്കെ എന്താ എഴുതാ ഞാൻ? ഇതൊക്കെ എന്താ സാധനം? ഈ ക്വസ്റ്റ്യൻ ആൻസർ ഒന്നും എനിക്കറിയില്ല. ഇവരെന്താ എഴുതുന്നേ? ഇതൊക്കെ ചോദിച്ചാലോ? എടി എനിക്കൊന്ന് കാണിച്ചു തരുമോ? ഞാൻ എന്തെങ്കിലും പഠിച്ചിട്ട് വേണ്ടേ നിനക്ക് കാണിച്ചു തരാൻ? ഞാനൊന്നും പഠിച്ചിട്ടില്ല. എനിക്ക് അറിയുന്ന മാതിരിയാണ് ഞാൻ എഴുതുന്നത്. നീ നിനക്ക് അറിയുന്ന മാതിരി എഴുതി വെക്കുക. അപ്പോഴെങ്കിലും ചെറിയ മാർക്കെങ്കിലും കിട്ടും. ഞാൻ എനിക്കിഷ്ടമുള്ള പൊട്ടത്തെറ്റ എഴുതി വെക്കുന്നത്. നീ നിന്റെ ഇഷ്ടമുള്ള പൊട്ടത്തെറ്റ എഴുതി വെച്ചോ. ശരി, അറിയുന്ന പോലെ എഴുതി വെക്കാം. ഇവളാള് ശരിയല്ല എന്നാ തോന്നുന്നത് ഗൈസ്. നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് പറയണേ. ഇവളെങ്ങനെ ആൻസർ എല്ലാം എഴുതുണ്ടാവും. എനിക്കൊന്നും അറിയില്ല ഗൈസ്. ഞാൻ എന്തൊക്കെയോ എഴുതി വയ്ക്കാൻ പോവാ. അപ്പോൾ ജസ്റ്റ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.